News from Kerala News at 4:30. Headlines. ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രാവശ്യം മഞ്ഞക്കാട് ഉടമകൾക്ക് മാത്രം ഓണക്കിറ്റ്. സെപ്റ്റംബർ ആദ്യവാരത്തോടെ സംസ്ഥാനത്ത് ഓണച്ചന്തകൾ തുടങ്ങും. കിറ്റിൽ എന്തെല്ലാം വേണമെന്ന് ഉടൻ തീരുമാനിക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ സപ്ലൈകോ തുടങ്ങി. ആലുവയിൽ പ്രേമപാലം അടച്ചുപൂട്ടി. കണ്ടാത്തോടെയും മയക്കുമരുന്ന് മാഫിയയുടെയും ശല്യം കാരണമാണ് പ്രേമപാലം അടച്ചുപൂട്ടിയത്. ഇത് പ്രേമം സിനിമയുടെ പ്രസക്തമായ പാലമാണ്. പാലം പെരിയാർ വാലി ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അടച്ചത്. പാലത്തിലേക്ക് കയറുന്ന വഴികളെല്ലാം അടച്ചുകൊണ്ട് ഇരുമ്പ് ഗ്രില്ലുകൾ സ്ഥാപിച്ചു. കോഴിക്കോട് മാങ്കാവിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദിച്ചത് ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച കാറിലെ ഡ്രൈവർ. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടിട്ടും കേസെടുക്കാതെ പോയി. ലൈംഗിക ചൂഷണത്തെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളിലെന്ന് വാദം സർക്കാരിൽ ലഭിച്ചത് പിന്നാലെ DGPക്ക് കൈമാറുന്നു. വ്യക്തമായ പരാതി ലഭിച്ചില്ലെങ്കിൽ കേസെടുക്കില്ലെന്ന് നിലപാട്. പെൻഷൻ ലഭിക്കാൻ മാസ്റ്ററിംഗ് നിർബന്ധം. സെപ്റ്റംബർ 30 വരെ മാസ്റ്ററിംഗ് നടത്താൻ. 2023 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ 30 വരെ മാസ്റ്ററിംഗ് നടത്തും. ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം ഏറ്റുമുട്ടൽ. കോഴിക്കോട് സ്വദേശിക്ക് വെട്ടേറ്റു. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ത്രീകൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലെത്തിയത്. തർക്കമൊപ്പമുണ്ടായിരുന്ന പുരുഷന്മാരായ കോഴിക്കോട് സ്വദേശി മുരളിയും ഇടുക്കി സ്വദേശി കിന്തോയും തമ്മിലായതോടെയാണ് വാക്കുതർക്കം ആക്രമണത്തിൽ എത്തിയത്. വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ മുരളിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു.